ഉണർന്നപ്പോൾ നേരം നന്നായി വെളുത്തിരുന്നു. പതിവില്ലാതെ ചൂട് ചായയുമായി ഊർമിള കിടപ്പുമുറിയിലേക്ക് വന്നു. എന്താ എണീക്കാത്തേ? മണി എത്രയായിന്നറിയോ? അയാൾ അവളെ സൂക്ഷിച്ചു നോക്കി. അരികിൽ വന്നിരുന്ന് അവൾ നെറ്റി തൊട്ടു. അയ്യോ, ചെറിയ പനിയുണ്ടല്ലോ. എണീറ്റിരുന്ന് അയാൾ ചായ ഊതി കുടിച്ചു. ഭയം കലർന്ന നോട്ടം ഇടയ്ക്കിടെ അവളുടെ നേർക്കു പായിച്ചു. മുഖത്ത് മഞ്ഞളും കൺമഷിയും പറ്റിയിട്ടുണ്ടോ? ഇല്ല, എല്ലാം തേച്ചു മാച്ച് കളഞ്ഞിരിക്കുകയാണ്. നല്ല സുഖം തോന്നുന്നില്ല. 2 ദിവസം ലീവ് എടുത്താലോ? അതാ നല്ലത്. വേണമെങ്കിൽ ധേർമൻ വൈദ്യരെ കണ്ടോളൂ. അയാൾ മൂളി. പകലെല്ലാം ദിനകരൻ്റെ ഒരു കണ്ണ് ഊർമിളയെ സദാ പിന്തുടർന്നു. വിശ്രമമില്ലാത്ത പണിയാണ് അവൾക്ക്. കാലത്തെണീറ്റ് പശുക്കളെ കറന്ന് പാൽ അയൽ വീടുകളിൽ എത്തിച്ച്, അടുക്കളപ്പണി കഴിച്ച്, തൊഴുത്തു വൃത്തിയാക്കി, പശുക്കളെ കുളിപ്പിച്ച്, പച്ച പുല്ലരിഞ്ഞ് തീറ്റിച്ച്, നട്ടിക്കും കവുങ്ങിനും തെങ്ങിനും വെള്ളമൊഴിച്ച് തീരുമ്പോഴേക്കും സന്ധ്യയായി. ദിനകരൻ അനുകമ്പയോടെ പറഞ്ഞു, നിനക്കൊരു നിമിഷം വിശ്രമമില്ലല്ലോ. ഊർമിള ചിരിച്ചു. മംഗലം കഴിഞ്ഞിട്ട് 10-25 കൊല്ലായി. ഇപ്പോഴാണ് നിങ്ങൾക്കിത് തിരിഞ്ഞത് ഇല്ലേ? രാത്രി കിടക്കാൻ നേരം അവൾ പറഞ്ഞു, നാളെയും കൂടി ലീവാക്ക്. നല്ല ക്ഷീണമുണ്ട് നിങ്ങൾക്ക്. അന്ന് രാത്രി ദിനകരൻ ഉണർന്നു കിടന്നു. പക്ഷേ അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചില്ല. കാലത്ത് ഷർട്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞു, ഞാനൊന്ന് ധേർമൻ വൈദ്യരെ കണ്ടിട്ട് വരാം. 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അരീക്കാട്ട് ദേശത്തിലെ അറിയപ്പെടുന്ന തെയ്യം കലാകാരൻ കൂടിയാണ് ധേർമൻ വൈദ്യർ. നടുപോയി തെയ്യത്തിൻ്റെ തിരുമുടി അണിയുന്നത് നിർത്തിയതോടെ നാട്ടുവൈദ്യത്തിൽ ശ്രദ്ധ കൂട്ടി. നല്ല കൈപുണ്യമുള്ള മനുഷ്യനാണ്. ദിനകരനെ കസേരയിലേക്ക് ക്ഷണിച്ച് വൈദ്യർ ചോദിച്ചു, ആരിത്? ദിനകരനോ? എന്തു പറ്റി? 2 ദിവസമായി ചെറിയൊരു പനി. പണിക്കരെ ഒന്ന് കാണാമെന്ന് കരുതി. ദിനകരനെ തൊട്ടൊഴിഞ്ഞ് ധേർമൻ ഉരിയാടി. ഓ, ഈനൊന്നും മരുന്ന് വേണ്ടപ്പാ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് നാട്ടുവർത്താനം? രാത്രി ഊർമിള തെയ്യമായപ്പോൾ ചുണ്ടിൽ നിന്ന് തെറിച്ച വാക്കുകൾ ഓർമ്മിച്ച് ദിനകരൻ ചോദിച്ചു, പണിക്കരെ, എനിക്കൊരു സംശയമുണ്ട്. മേലാകെ തീപിടിച്ച ഒരു സ്ത്രീ തോട്ടിലേക്ക് ചാടി മരിച്ച് തെയ്യമായ കഥ പണ്ടൊരിക്കൽ പണിക്കർ പറഞ്ഞിട്ടില്ലേ? അതേതു ഭഗവതിയാണ്? പെട്ടെന്ന് ഉത്തരമുണ്ടായി. അത് തോട്ടുങ്കര പോതി. ഈ നാട്ടിലുണ്ടായ തെയ്യാണോ? അല്ല, പാപ്പിനിശ്ശേരി എന്ന ദേശത്തിൽ ഉണ്ടായ തെയ്യാണ്. ആടത്തെ ഒരു തോട്ടിലാണ് ഓള് ചാടി ചത്തത്. ആടുന്ന് നേരെ തെയ്യം വന്നത് ഇടത്തേക്ക്. എൻ്റെ പൂർവികരിന്ന് കേട്ടതാ. ദിനകരൻ ഉത്സുകനായി. എന്തിന് തോട്ടിച്ചാടിയത്? ഞാനത് മറന്നുപോയി. ധേർമൻ പണിക്കർ വിശദീകരിച്ചു. പണ്ടാണ് നാടുവാഴികൾക്ക് കൊല്ലിനും കൊലയ്ക്കും അധികാരമുള്ള കാലം, തീണ്ടലും തൊടിയിലുമുള്ള കാലം, അടിയാളർക്ക് വഴി നടക്കാനാവാത്ത കെട്ടകാലം. തീയത്തിയാണ് ഉറുവാടിപ്പെണ്ണ്. ഓള് 10 പെറ്റു. എല്ലാം പെൺകുഞ്ഞുങ്ങൾ. തിരളാറാകുമ്പോഴേക്കും ദീനം പിടിച്ച് ഓരോന്നായി ചാകാൻ തുടങ്ങി. ഒന്നിനെയെങ്കിലും കൈക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് അവൾ നോറ്റിരുന്നു. ഒടുവിലത്തെ കുഞ്ഞും കൈവിട്ടു പോയതോടെ സങ്കടം സഹിയാണ്ട് ഉറുവാടി പെട്ടിയിൽ രഹസ്യമായി സൂക്ഷിച്ച രാമായണമെടുത്ത് മുറ്റത്തിരുന്ന് പകുത്ത് ഉറക്കെ പാടാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പാരായണത്തിനിടയിൽ കൈവിട്ട കുഞ്ഞുങ്ങളുടെ പേരുകൾ കൊള്ളിച്ച് പാട്ടുകൾ കെട്ടിയുണ്ടാക്കിയും പാടി. അസഹ്യമായ മുറിവിൽ ഒറ്റമൂലിയായ പച്ചമരുന്ന് ഇറ്റിക്കുന്ന വിധം ഉറുവാടിയുടെ സങ്കടത്തിന് നല്ല ആശ്വാസം കിട്ടി. സങ്കടം വല്ലാതെ തികട്ടുന്ന നേരത്ത് അവൾ തൊണ്ടകീറി പാടും. അങ്ങനെ ഒരിക്കൽ തൊണ്ടകീറി പാടുമ്പോഴാണ് കാട്ടുവഴിയിലൂടെ കൂത്തിച്ചിയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്ന നാടുവാഴി നിശ്ചലനായത്. ഏതോ ഗന്ധർവ സുന്ദരിയുടെ ആലാപനം എന്നാണ് അയാൾ ധരിച്ചത്. സംശയം തോന്നി ഒരു ബാല്യക്കാരനെ വിട്ടു. ബാല്യക്കാരൻ തിരികെ കിതച്ചോടി വന്ന് അന്താളിച്ചു. ഒടയോറെ, ഒരു തീയത്തിപ്പെണ്ണ് നടുമിറ്റത്തിരുന്ന് കരന്തം തുറന്നു പിടിച്ച് ഉറക്ക പാടുന്ന്. നാടുവാഴി കോപാകുലനായി. നിന്റെ കയ്യിൽ വാളെന്തിനി കള്ള ബെടുവാ? അപ്പം തന്നെ ഓളെ തല കൊത്തി അറുക്കണ്ടേ? ബാല്യക്കാരൻ കൈകൂപ്പി. ഒടയോറെ, ഞാൻ ഓളെ കൊല്ലാൻ മിറ്റത്തേക്ക് കയറാൻ തുടങ്ങിയതാ. അപ്പം എന്നെ ആരോ വന്ന് തടുക്കുന്ന പോലെ തോന്നി. നാടുവാഴി പരിഹസിച്ചു. പേടിത്തൂറി ഒറ്റയാൻ്റെ ഊക്കെടുത്ത് നാടുവാഴി ആഞ്ഞു നടന്നു. ബാല്യക്കാർ 4 വാൾ ചുഴറ്റിക്കൊണ്ട് പിന്നാലെ പിടിച്ചു. മുറ്റത്തിരുന്ന് മടിയിൽ ഓലക്കെട്ട് തുറന്നു വെച്ച് ഉറുവാടി അപ്പോഴും ഈണത്തിൽ ഉറക്ക പാടുകയാണ്. നാടുവാഴിയും പടയാളികളും മുറ്റത്തേക്ക് പാഞ്ഞു കയറിയപ്പോൾ പാട്ട് പെട്ടെന്ന് മുറിഞ്ഞു. നാടുവാഴി വിറച്ചു തുള്ളി. ഫ എരപ്പ് സൂളെ, നിനക്കറിയില്ലേ എഴുത്തിനും പാരായണത്തിനും പാങ്ങില്ലാന്ന്? ഗ്രന്ഥം താഴെ വെച്ച് ഭവ്യതയോടെ എഴുന്നേറ്റ് ഉറുവാടി തൊഴുതു. തമ്പുരാനെ, എനിക്ക് മാപ്പാക്കണം. എൻ്റെ നെഞ്ചിലെരിയുന്ന സങ്കടത്തീയെ തടുക്കാൻ വേറെ ഒരു വഴിയും കാണാഞ്ഞിട്ടാണ്
ഞാൻ പെറ്റുപോറ്റി പൊന്നാരിച്ച എൻ്റെ മക്കൾ 10 എന്നെ കൈവിട്ടു പോയി തമ്പുരാനെ. മുള ചീന്തുന്നത് പോലെ ഉർവാടി പൊട്ടിക്കരഞ്ഞു. അത് കണ്ട് നാടുവാഴി ചിരി തുടങ്ങി. ചിരി അല്പം അടങ്ങിയപ്പോൾ ചോദിച്ചു, സങ്കടത്തീയടക്കാൻ ഗ്രന്ഥപാരായണോ? ഹാ, നിനക്ക് അത്രക്കും സങ്കടോ? സങ്കടത്തീയോ? പരിഹാസത്തീയേറ്റ് ഉർവാടിയുടെ കരച്ചിൽ നിന്നു. ഊറ്റത്തോടെ മുഖമുയർത്തി അവൾ പറഞ്ഞു, എൻ്റെ വാക്ക് സത്യാന്ന് തമ്പുരാനെ. പെറ്റ മക്കളെല്ലാം കൈവിട്ടുപോയ ഒരമ്മേൻ്റെ നെഞ്ചിലെത്തി തമ്പുരാന് കാണണോ? നാടുവാഴി ചിരി തുപ്പിക്കൊണ്ട് തലകുലുക്കി. വേണം വേണം. ഉർവാടി കൂരക്കുള്ളിൽ നിന്ന് പുതിയൊരു മൺകലം കൊണ്ടുവന്നു. മങ്ങണത്തിൽ നിറയെ പൊന്നെല്ലും. മൺകലം അവൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. 4-5 നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും നെഞ്ചിലെത്തിയാൽ കലം വെന്ത് ചുവന്നു. ഇടം കൈയാൽ മങ്ങണത്തിലെ നെല്ല് കലത്തിലേക്ക് കമിച്ചു. നാടുവാഴി അമ്പരന്നു. നെല്ലതാ വെന്ത് മലരായി പൂത്തിരി പോലെ പുറത്തേക്ക് പൊട്ടിത്തെറിക്കുന്നു. ഉർവാടിയുടെ കരഞ്ഞു വീങ്ങിയ കണ്ണുകളിലും കവിളുകളിലും വിജയച്ചിരി പരന്നു. നാടുവാഴിയുടെ ഇളിഞ്ഞ മുഖത്ത് പരിഭ്രാന്തിയുടെ ചുളിവുകൾ മുറുകി. നോക്കി നിൽക്കെ മൺകലത്തിന് തീ പിടിച്ചു. കലം കത്തിയാളാൻ തുടങ്ങി. ഉർവാടിയുടെ കുണ്ടാച്ചിയിലും അരത്തുണിയിലും തീ പിടിച്ചു. ഉർവാടി ഉടലോടെ കത്താൻ തുടങ്ങി. നിലവിളിയോടെ കത്തുന്ന തീപ്പന്തം പോലെ ഉർവാടി ഓടി തൊട്ടടുത്തുള്ള തോട്ടിലെ വെള്ളത്തിലേക്ക് ചാടി. തീ കെട്ടടങ്ങി. ജലോപരിതലത്തിലെ പുക മാറിയപ്പോൾ ഉർവാടിയുടെ കത്തിക്കരിഞ്ഞ ഉടൽ പൊന്തി വന്നു. നാടുവാഴി ഭയചകിതനായി. എന്തോ പന്തികേട് തോന്നി. കിട്ടിയ വഴിയിലൂടെ അയാൾ പരക്കം പാഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മനയിലും നാട്ടിലാകെയും ദുർനിമിത്തങ്ങൾ ഓരോന്നായി തലപൊക്കാൻ തുടങ്ങി. നേരറിവോനെ വരുത്തിച്ച് നാടുവാഴി കവടി നിരത്തിച്ചു. ഗൃഹനിലയിലേക്ക് ഒറ്റ നോട്ടം നോക്കി നേരറിവോൻ ഉണർത്തിച്ചു. ഉർവാടി തെയ്യമായിരിക്കുന്നു. കെട്ടിയാടിച്ച് അവളുടെ ശൗര്യം അടക്കിയില്ലെങ്കിൽ നാടാകെ കത്തിച്ചാമ്പലാകും.